ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ ദേവിക്ക് അർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് നാരങ്ങ വിളക്ക്. അനന്തൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സങ്കടങ്ങളും ദുരിതങ്ങളുമില്ലാത്ത മനുഷ്യന്മാരില്ല. സന്തോഷകരമാർന്ന ജീവിതം ആഗ്രഹിക്കാത്തവരും ആരുമില്ല. അത്തരക്കാർക്ക് ഉള്ളിലെ സങ്കടങ്ങൾ പറഞ്ഞ് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കു വേണ്ടി പ്രാർത്ഥിച്ച് ആറ്റുകാലമ്മയ്ക്ക് അർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് നാരങ്ങാ വിളക്ക് വഴിപാട്. വിളക്ക് വഴിപാടുകളിൽ പ്രധാനമാണ് നാരങ്ങാ വിളക്ക്. രാഹുദോഷ ശാന്തിക്കായി ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വഴിപാടാണിത്. ഭക്തൻ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു ഹോമത്തിൻ്റെ ഫലമാണ് നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായും വിവാഹ തടസ്സം നീങ്ങുന്നതിനും നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണത്രേ. ചൊവ്വ വെള്ളി ദിനങ്ങളിൽ ഇത് സവിശേഷമാണ്. എൻ്റെ കൊച്ചിന് സുഖമില്ലാതായി. എന്നെ ഇവിടുന്ന് വിളിച്ചപ്പോൾ ഞാൻ വരണില്ല എന്ന് പറഞ്ഞ്, എന്നിട്ട് എൻ്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ക്ലീനിങ്ങിന് പോകണുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വിടൂല എന്ന് പറഞ്ഞു. 10 ദിവസം അവധി ചോദിച്ചപ്പം പകരത്തിന് ആളെ കൊടുക്കണമെന്ന് പറഞ്ഞു. തലേ ദിവസം വരെ ഞാൻ പകരത്തിന് ആളെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് അമ്മയുടെ നടയിൽ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ച് ഞാൻ അമ്മ പ്രാർത്ഥിച്ച് ഉടനെ എൻ്റെ കൊച്ചിന് സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയിട്ട് അഡ്മിറ്റാക്കി. ന്യൂമോണിയാണെന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം അഡ്മിറ്റാക്കി കിടക്കണമെന്ന് പറഞ്ഞു. 2 ദിവസം അവിടെ കിടന്നേ ഉള്ളൂ. അമ്മ ഉടനെ പേര് വെട്ടി. എൻ്റെ മരുമോൾ ഉടനെ അവിടെ നിന്ന് വിളിച്ച് പറയാണ്, അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ അമ്മ കൊച്ചിൻ്റെ പേര് വെട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഇളയ കൊച്ചിനെ നോക്കണോട് ഞാൻ പോണില്ല എന്ന് പറഞ്ഞായിരുന്നു. അമ്മേനോട് സത്യം ചെയ്യണതാണ്. എനിക്ക് അതുകൊണ്ട് എനിക്ക് ഞാൻ പൈസ മോഹിച്ചാൽ ഒന്നുമല്ല. എനിക്ക് വിചാരിച്ച കാര്യം സാധിച്ചു തന്നിരിക്കുക അമ്മേരുടെ നടയെന്ന്. പക്ഷേ അങ്ങനെയാണ് വരാൻ ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ വന്ന് എനിക്ക് അമ്മ അതിനുള്ള ഇത് തരണുണ്ട്. ഞാൻ ദിവസവും എന്തിരുന്നാലും ഇവിടെ അമ്മ എനിക്ക് ശ്വാസം മുട്ടില്ലെങ്കിൽ ഞാൻ ദിവസം ഒരു 10-15 ഗുളിക കഴിക്കുന്ന സ്ത്രീയാണ്. രാവിലെ ഉറക്കഴിച്ചത് മുതൽ. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല, ഒരു തുമ്മൽ പോലും വന്നില്ല. ഞാൻ രാവിലെ ഇന്നലെ 1:30 മണിക്ക് ഇവിടുന്ന് പോയിട്ട് രാവിലെ 5 മണിയാകുമ്പോൾ എനിക്കിവിടെ കയറണം. എന്നിട്ട് പോലും എനിക്ക് ഒരു അസുഖം. കാരണം അമ്മ വിളിച്ചാൽ വിളിക്കുക പുറത്തുള്ള അമ്മ തന്നെയാണ് സത്യം ഞാൻ ചെയ്തു തരാം. എനിക്ക് അമ്മ നല്ല വിശ്വാസം കൊണ്ട് പറയണം. അങ്ങനെ ആറ്റുകാൽ അമ്മ വിളിച്ചാൽ നിങ്ങൾ ആര് വിളിച്ചാലും വിളി കേൾക്കുന്ന ഉറപ്പുണ്ടെന്നുള്ള നല്ല വിശ്വാസമുണ്ട്. എൻ്റെ ഇളയ കുട്ടിയെ നോക്കണമായിട്ട് ഞാൻ പോണില്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് 2 ദിവസം കഴിഞ്ഞത് എൻ്റെ കൊച്ചിൻ്റെ പേര് വെട്ടി വിട്ട്. ആ പേര് വെട്ടിയ ഉടനെ എൻ്റെ മരുമോൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അമ്മ കൊച്ചിൻ്റെ പേര് വെട്ടി അമ്മ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി. ഞാൻ വീട്ടിൽ 1 മണിക്ക് നിന്നിട്ട് ഞാൻ ഇവിടെ വന്ന് നട അടച്ചു വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ 2:30 മണിയായി ഇവിടെ വരുമ്പോൾ ഇവിടെ ശിവേലി സമയം നടക്കുന്നത്. എനിക്കത് അത്ഭുതം കൊണ്ട് ഞാൻ ഉടനെ മരുമോളി വിളിച്ചു പറഞ്ഞു, മക്കളെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ശിവേലി ഞാൻ ഇവിടെ ആരും കാണൂല. എനിക്ക് ഉത്സവം തുടങ്ങുന്നത് എൻ്റെ തലേ ദിവസം. അതുകൊണ്ട് എനിക്ക് എല്ലാത്തിലും നല്ല വിശ്വാസമുണ്ട് അമ്മയോട്. അതാണ് ഞാൻ പറഞ്ഞത്, അമ്മ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അമ്മ തന്നെ എന്നുള്ള നല്ല വിശ്വാസം സത്യമാണ്. ഇതുവരെ എൻ്റെ അനുഭവം പറയണം. ഇന്ന് ഈ നിമിഷം വരെയുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞാൽ കരഞ്ഞു പോകുമെന്ന് പറയണത്. പിന്നെ എനിക്ക് ഒരൊറ്റ ആഗ്രഹം, ഞാൻ അമ്മയോട് ഓരോ പൂജ ചെയ്യുമ്പോഴും എൻ്റെ കൊച്ചുമോള് സംസാരിക്കില്ല. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ തീരെ ഞാൻ ചെയ്യണത്. എൻ്റെ കൊച്ച് എത്രയും പെട്ടെന്ന് സംസാരിച്ച് കിട്ടുന്ന ആഗ്രഹമുണ്ട് എനിക്ക്. എൻ്റെ പേര് ശോഭ. ഞാൻ പെരിയാറിലാണ് താമസിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു ആശുപത്രി പോകണമെന്ന് പറയില്ലേ, ഉടനെ വിളിച്ച് ചോദിച്ചു. തലേ ദിവസം വിളിച്ച് കേട്ടപ്പോൾ 10 ദിവസത്തേക്ക് വേറെ സ്ത്രീ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ഉള്ളിൽ വിചാരിച്ചാൽ വിളക്കെത്തിച്ചാൽ നടക്കുമെന്നാണ് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിൽ ഞാൻ വിളക്കെത്തിക്കുന്നത്. നാരങ്ങ നടുവേ പിളർന്ന് ശേഷം നീര് കളഞ്ഞ് പുറന്തോട് അകത്തു വരത്തക്ക രീതിയിൽ ചിരാതുപോലെ ആക്കണം. ഇതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് തിരിതെളിയിക്കാം. തെളിയിക്കുന്ന നാരങ്ങ വിളക്കിൻ്റെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കണം. അതായത് എത്ര നാരങ്ങ എടുക്കുന്നുവോ അതിൽ ഒരു നാരങ്ങയുടെ പകുതി ഉപേക്ഷിക്കണം. പൊതുവെ 5, 7, 9 എന്നീ ക്രമത്തിലാണ് നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നത്. അമ്ലഗുണമുള്ള നാരങ്ങയിൽ എണ്ണയോ നെയ്യോ ചേർക്കുമ്പോൾ അതിൻ്റെ ഫലം തീവ്രമാകും. തിരിതെളിയിക്കുന്നതിലൂടെ ഭക്തനിലുള്ള എല്ലാ മോശ ഊർജവും നിഷ്പ്രഭമാകും. കൂടാതെ ദേവിയുടെ നടയ്ക്ക് മുന്നിൽ നാരങ്ങാ വിളക്ക് തെളിയിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിന് കാരണമാകും. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് നാരങ്ങ വിളക്ക്. ഫലപ്രാപ്തി കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ 10,000-ങ്ങളാണ് ഇന്നും ആ വഴിപാട് നടത്തിപ്പോകുന്നത്. സങ്കടങ്ങളും കണ്ണീരുമൊക്കെ നിറച്ച ആ നാരങ്ങ വിളക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് ക്യാമറമാൻ ചന്ദ്രൻ നാരായണനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.